നമസ്കാരം. കടുത്ത വേനലിലും സംസ്ഥാനത്ത് ഇന്ന് പെയ്ത മഴയ്ക്കൊപ്പം ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനവും ആശ്വാസമാകുന്നതാണ്. വനിതാ സംവരണ ബില്ലിൽ ഭരണപ്രതിപക്ഷ പോര് തുടരുന്നു. ഭരണം കിട്ടും മുമ്പുള്ള മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള പരാമർശങ്ങളും വിവാദങ്ങളും സംസ്ഥാനത്ത് തുടരുന്നു. നിതിന്റെ മരണവും ലോൺ ആപ്പുകളുടെ കുരുക്കിലെ ആശങ്കകൾ ഒഴിയുന്നുമില്ല. ഹോർമൂസ് കടക്കാനാകാതെ പശ്ചിമേഷ്യ അശാന്തിയിൽ തുടരുന്നു. ചരക്ക് നീക്കവും പ്രതിസന്ധിയിൽ. ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിലെ പ്രതിഷേധവും തുടരുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10 സ്വാഗതം. വാർത്തകൾ ഒട്ടേറെയാണ്. വിശദമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 23 മരണം. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരം. 10 കിലോമീറ്ററിനപ്പുറം വരെ പ്രകമ്പനം. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. തിരച്ചിലിനിടെ വീണ്ടും പൊട്ടിത്തെറി. 10 പേർക്ക് പരിക്ക്. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പലയിടത്തും മഴ. ബുധനാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക്. അയല, മത്തി തുടങ്ങിയവയ്ക്ക് ക്ഷാമം. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പ്രതിപക്ഷം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. പശ്ചിമബംഗാളിൽ 1ാം ഘട്ട പരസ്യ പ്രചാരണത്തിൽ മോദി മമത വാക്പോര്. തൃണമൂലിന്റെ ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ അവസാന അവസരമെന്ന് മോദി. തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്നുവെന്ന് മമതാ ബാനർജി. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിൽ നിർണായക നീക്കം. പുതിയ ഹൈക്കമ്മീഷണറായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദിയെ നിയമിച്ചു. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ നയതന്ത്ര പ്രതിനിധിയായി അയക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം. ഇറാനുമായുള്ള 2ാം ഘട്ട സമാധാന ചർച്ചകൾക്കായി US സംഘം നാളെ ഇസ്ലാമാബാദിലേക്ക്. അവസാന അവസരമെന്ന് ട്രംപ്. കരാറിൽ എത്തിയില്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ഭീഷണി. നാവിക ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്നും വിശദീകരണം. ലോൺ ആപ്പിൽ മാതാപിതാക്കളാണ് നോമിനികളെന്ന് അച്ഛൻ രാജൻ. വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടപ്പെട്ട പാങ് GLP സ്കൂളിൽ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. താൽക്കാലിക അധ്യാപകരെ നിയമിക്കും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. പ്രിയപ്പെട്ടവരെ സ്മരിച്ച സ്കൂൾ അങ്കണത്തിൽ അനുശോചന യോഗം. IPL-ൽ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. രാജസ്ഥാന് 4 വിക്കറ്റ് തോൽവി. റിങ്കു സിംഗിന് അർദ്ധ സെഞ്ചുറി. പഞ്ചാബ് കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 255 റൺസ് വിജയലക്ഷ്യം. തലയണയ്ക്കടിയിൽ വിഷപ്പാമ്പ്. തൃശൂരിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങൾക്ക് കടിയേറ്റു. 8 വയസ്സുകാരന് ദാരുണാന്ത്യം. സഹോദരൻ ഗുരുതരാവസ്ഥയിൽ. മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം വയോധികയെ പുലി കടിച്ചു കൊന്നു. ഇടുക്കി നാരകക്കാനത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു സ്ത്രീയും 6 മാസം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. നിഴലിനെ നിലം തൊടിയിക്കാതെ സൂര്യൻ. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടായത്. നടുക്കുന്ന ദുരന്തത്തിൽ 23 പേർ കൊല്ലപ്പെട്ടു. വിരുദുനഗറിന് സമീപമുള്ള വനജ ഫയർ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടാകുന്നത്. സ്ഫോടനത്തിൽ ഫാക്ടറിയിലെ 4 മുറികൾ പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കെട്ടിടത്തിൽ 30 പേർ ഉണ്ടായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. 10 പേർക്കാണ് പരിക്കേറ്റത്. റിപ്പോർട്ടിലേക്ക്. വിരുദുനഗറിനെ നടുക്കിയ ഉഗ്രസ്ഫോടനമായിരുന്നു ഇന്ന് ഉച്ചയോടെയുണ്ടായത്. വനജ ഫയർവർക്സ് എന്ന യൂണിറ്റിൽ രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയുണ്ടായ ഘർഷണമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ അനുഭവപ്പെട്ടു. അപകട സമയത്ത് 50ഓളം തൊഴിലാളികൾ ഫാക്ടറിയിലുണ്ടായിരുന്നു. ഉഗ്രസ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ 4 മുറികൾ നിമിഷനേരം കൊണ്ട് തകർന്നു വീണു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന പലരെയും പുറത്തെടുക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ரிகவர்டு பாடிஸ் ஷிஃப்ட் டு கவர்மெண்ட் மெடிக்கல் ஹாஸ்பிட்டல் ப்ளஸ் இன்ஜூர்டு பர்சனை ஷிஃப்ட் பண்ணி அங்கே ட்ரீட்மெண்ட் போயிட்டு இருக்கு. ஸோ மாண்புமிகு முதலமைச்சர் கூட பேசினாங்க இந்த இன்ஸ்டியூட் பற்றி, எப்படி ரெஸ்கியூ ஆப்ரேஷன் என்ன பண்ணிட்டு இருக்கிறோம்னா. ஸோ இப்போது இன்னும் அந்த ரெஸ்கியூ ஆப்ரேஷன் போயிட்டு இருக்கும் அண்ட் இன்வெஸ்டிகேஷன் என்கொயரி போயிட்டு இருக்கு. வாட் இஸ் த மேஜர் காஸ்ன்னா அதுக்கப்புறம் தான் நமக்கு தெரிய வரும். അപകടത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുശോചനം രേഖപ്പെടുത്തുകയും റവന്യൂ ധനകാര്യ മന്ത്രിമാരോട് അടിയന്തരമായി സ്ഥലത്തെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ശിവകാശി, സത്തൂർ മേഖലകൾ ഉൾപ്പെടുന്ന വിരുദുനഗർ ജില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പടക്ക നിർമ്മാണ കേന്ദ്രമാണ്. എന്നാൽ ഈ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇത്തരം വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. പകലെന്നും രാത്രിയെന്നും വ്യത്യാസമില്ലാതെ ചൂടാണ്. ഫാനും AC-യും ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. LPG-യുടെ ലഭ്യതക്കുറവ് കാരണം ഇൻഡക്ഷൻ ഉപയോഗവും കൂടിയിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതി ഉപഭോഗത്തിന്റെ വർധന സംസ്ഥാനത്തെ ഇരുട്ടിലാക്കുമോ എന്ന ആശങ്കയും വർദ്ധിക്കുന്നു. ഇന്നലെ വൈകിട്ടോടെ വൈദ്യുതി ഉപഭോഗം 6033 ഉയർന്നു. 260 മെഗാവാട്ട് കൂടി വർദ്ധിച്ചാൽ ലോ ഷെഡിംഗ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ലോ ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറയുന്നു. അതിനിടെ ആശ്വാസമായി കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട്. ബുധനാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിൽ പലയിടത്തും ശക്തമായ വേനൽ മഴ ലഭിച്ചു. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതിനിടെ പെയ്ത വേനൽ മഴ ആശ്വാസമാവുകയാണ്. എറണാകുളം, വയനാട് ജില്ലകളിലാണ് ശക്തമായ വേനൽ മഴ പെയ്തത്. ഇന്നും പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റു ജില്ലകളിലും താപനിലയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. AC-യുടെയും ഫാനിന്റെയും ഉപയോഗം കൂടിയതും ഗ്യാസ് ഇല്ലാത്തതിനാൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം വർദ്ധിച്ചതുമാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം. എന്നാൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KECB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവും 16-ാം തീയതി മുതൽ ഉണ്ടായി. കൊച്ചിയിൽ വേനലിനാശ്വാസമായി മഴയുമെത്തി. ജില്ലയിൽ പലയിടത്തും കനത്ത മഴ പെയ്തു. ആലുവയിലെ കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ മറിഞ്ഞു വീണു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴ ലഭിക്കും. അമൃത ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്തെ കനത്ത ചൂടിൽ മത്സ്യങ്ങൾക്കും രക്ഷയില്ല. ഉൾക്കടലിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് മത്സ്യങ്ങളും. അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് കിട്ടാക്കനിയായ അവസ്ഥയാണ്. കപ്പൽ ചാലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തിയിട്ടും കാര്യമായി ഒന്നും കിട്ടാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. പതിവ് പോലെ മത്തിയും അയലയും ഉൾപ്പെടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരാഴ്ച വരെ കടലിൽ തങ്ങി ഒടുവിൽ നിരോധിത മേഖലയ്ക്ക് അടുത്തുവരെ നീങ്ങിയിട്ടും കാര്യമായി ഒന്നും ലഭിക്കാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സാധാരണ 5 ദിവസമൊക്കെ നമ്മൾ കടലിൽ നിൽക്കുക. ഇപ്പോൾ 8 ദിവസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 45 മാറ് 50 മാറിൽ പോയി മീൻ കാണാതെ നമ്മൾ 100-150 മാറ് ഉള്ളിലോട്ട് പോയിട്ടാണ്, കപ്പൽ ചാലിൽ പോയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ ചൂട് കാരണം മീൻ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ തീരദേശത്ത്. 60 നോട്ടിക്കൽ മൈൽ ദൂരത്തിലധികം പോയി രാത്രിയിൽ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമായി മത്സ്യം ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ മത്സ്യം കിട്ടിയിരുന്നതിനു പകരം ഇപ്പോൾ 30,000-40,000 രൂപയുടെ മത്സ്യമേ ലഭിക്കുന്നുള്ളൂ. 50 അടി മുതൽ 100 അടി വരെയുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളുമാണ് പണിയില്ലാതെ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്.
ഇന്ധനക്ഷാമം ഉൾപ്പെടെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കടം വാങ്ങി മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോൾ കടലും കൈവിടുന്ന അവസ്ഥയാണ്. ഒരു മാസം പിന്നിട്ടാൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തുമ്പോൾ എല്ലാ തരത്തിലും പട്ടിണിയാകുമെന്ന് ഉറപ്പാണ്. ചൂട് കൂടിയത് മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അയല, മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കിട്ടാനാവാത്ത അവസ്ഥയാണ്. 7 ദിവസത്തോളം കടലിൽ നിന്നിട്ടും നിരാശയായി മടങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ഇവർ. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ സംവരണ ബില്ലിനെ കോൺഗ്രസും കൂട്ടാളികളും ഭ്രൂണഹത്യ ചെയ്തുവെന്നും രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞത്. പ്രതിപക്ഷത്തെ രൂക്ഷമായി പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് പരാതിയും നൽകിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണയത്തോടെ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കുമെന്നാണ് BJP വീണ്ടും ആവർത്തിക്കുന്നത്. ദൂരദർശനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ബില്ല് പരാജയപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആയുധമാക്കുകയാണ് BJP. രാജ്യത്തിന്റെ പെൺകുട്ടികൾ കൂടുതലായി രാഷ്ട്രീയത്തിലെത്തുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ലെന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2029 വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 33% आरक्षण मिले, मोदी ने ये सुनिश्चित किया। बंगाल की बहनें चाहती थी कि ये 2029 से ही लागू हो। मोदी ने इसके लिए भी प्रयास किया, लेकिन TMC नहीं चाहती थी। വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാജ്യത്തുടനീളം സ്ത്രീകളെ അണിനിരത്തി BJP പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. മണ്ഡല പുനർനിർണയത്തോടെ തന്നെ രാജ്യത്ത് വനിതാ സംവരണം നടപ്പാക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണമൊക്കെ എത്തിയിട്ടുണ്ട്. ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തിയെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം തകർത്തത്. രാജ്യത്തെ ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിമുറിച്ച് ഭരിക്കാനുള്ള കുൽസിത ശ്രമം ഇന്ത്യ സഖ്യം തകർത്തു. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ജനപ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചയാളാണ് നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെത്തി വോട്ട് ചോദിക്കാനുള്ള അവകാശം മോദിക്കില്ല എന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ജനങ്ങളെ, പ്രത്യേകിച്ച് സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ നാടകം തമിഴ്നാട്ടിൽ ചിലവാകാൻ പോകുന്നില്ല. കാരണം തമിഴ്നാടിനെ ഇകഴ്ത്തിക്കാട്ടാനും സത്യത്തിൽ പാർലമെന്റിൽ ഉണ്ടാകേണ്ട അംഗബലം കുറക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത്. അതിനെ ഇന്ത്യ സഖ്യം. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ദൂരദർശനെ ദുരുപയോഗം ചെയ്തത് ചട്ടലംഘനമാണ്. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും സന്ദേശവും സർക്കാർ ആശയവിനിമയമായി കണക്കാക്കാൻ കഴിയില്ല. പ്രതിപക്ഷ പാർട്ടികളെ പേരെടുത്ത് പറഞ്ഞ് നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമെന്നും MA ബേബി വിമർശിച്ചു. പ്രധാനമന്ത്രി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട പരസ്യപ്രചാരണം ആവേശ കൊടുമുടിയിൽ എത്തി നിൽക്കെ ബംഗാളിൽ മോദിയും മമതയും നേർക്കുനേർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ബംഗാളിൽ നടപ്പിലാക്കുന്നില്ല എന്ന ആരോപണമുയർത്തി
മമതാ ബാനർജി സർക്കാരിനെ ഇന്ന് രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃണമൂലിന്റെ ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ അവസാന അവസരം നൽകുകയാണെന്ന മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞ് BJP തന്നെ കൊല്ലാൻ പദ്ധതിയിടുകയാണെന്നാണ് മമതാ ബാനർജി തിരിച്ചടിച്ചത്. മറ്റന്നാൾ അവസാനിക്കുന്ന 1ാം ഘട്ട പരസ്യപ്രചാരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളും മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചേർന്ന് തീപിടിപ്പിക്കുകയാണ്. তুমি আমাদের এজেন্সিগুলোকে বলছো যারা আমাদের পার্টির কাজ করে বাংলা ছেড়ে চলে যাও. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദി ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാകും. നിലവിലെ ഹൈക്കമ്മീഷണറായി പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യൻ അംബാസഡറായി മാറുന്ന ഒഴിവിലേക്കാണ് നിയമനം. ഭരണരംഗത്ത് പരിചയമുള്ള ദിനേശ് ത്രിവേദിയുടെ നിയമനത്തിലൂടെ ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി BJP നേതാവ് ദിനേശ് ത്രിവേദിയുടെ നിയമനത്തിലൂടെ നയതന്ത്ര തലത്തിൽ നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. നിലവിലെ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് ദിനേശ് ത്രിവേദിയുടെ നിയമനം. പതിവിന് വ്യത്യസ്തമായി രാഷ്ട്രീയ നേതാവിനെ ഹൈക്കമ്മീഷണറാക്കുന്നതിലൂടെ ബംഗ്ലാദേശുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ബംഗ്ലാദേശ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ വരെ ഇന്ത്യ നിർബന്ധിതമായി. പശ്ചിമബംഗാൾ സ്വദേശിയായ ത്രിവേദിയുടെ നിയമനത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ബംഗ്ലാദേശുമായുള്ള ഇടപെടൽ കൂടുതൽ ഊഷ്മളമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. UPA ഭരണകാലത്ത് തൃണമൂൽ കോൺഗ്രസ് അംഗമായിരുന്ന ദിനേശ് ത്രിവേദി റെയിൽവേ മന്ത്രിയായും ആരോഗ്യ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹം തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്നത്. അമൃത ന്യൂസ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കിയിരിക്കുന്നു. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് അടച്ചതോടെ അമേരിക്കയുമായുള്ള സമാധാന കരാറിൽ നിന്നും അകലെയാണെന്നും ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഉപരോധം പിൻവലിക്കും വരെ ഒരു കപ്പലും ഹോർമൂസ് കടക്കില്ലെന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അമേരിക്ക ഉപരോധം തുടരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. US-ഉമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ വ്യക്തമാക്കി. അമേരിക്കയെ വിശ്വാസമില്ലെന്നും ഏതു നിമിഷവും അമേരിക്ക ആക്രമിക്കുമെന്ന് ഭയക്കുന്നതായും ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഒരു സമാധാന കരാർ ഉണ്ടാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. സുരക്ഷാ സംരക്ഷണ സേവനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള തുക നൽകുന്ന കപ്പലുകൾക്ക് മാത്രമേ ഇനി മുതൽ കടലിടുക്കിലൂടെ മുൻഗണനാടിസ്ഥാനത്തിൽ കടന്നുപോകാൻ അനുമതി നൽകൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതോടെ നിരവധി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനുമായുള്ള ചർച്ചയ്ക്കായി തന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. US മുന്നോട്ട് വെക്കുന്ന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർത്ത് കളയുമെന്നും ട്രംപ് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെ ഇറാൻ നടത്തിയ വെടിവെപ്പ് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ചയ്ക്കായിട്ടാണ് US പ്രതിനിധി സംഘം പോകുന്നത്. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടില്ല. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കോളേജിന്റെ വിശദീകരണം എത്തിയിട്ടുണ്ട്. മരണത്തിന് പിന്നിൽ ലോണാപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റ് പറയുന്നു. ജാതി വിവേചന ആരോപണം തെറ്റെന്ന് മാനേജ്മെന്റ് MD അദിനാൻ പ്രതികരിച്ചു. നിതിൻ ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു. അതേസമയം ആരോപണങ്ങൾ കുടുംബം നിഷേധിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്.
ആത്മഹത്യയ്ക്ക് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയെന്നും ജാതി വിവേചനമല്ലെന്നും വിശദീകരണം. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നിതിൻ ആത്മഹത്യ ചെയ്തതെന്നാണ് വിശദീകരണം. നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവായ അശോകന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്നും വിശദീകരണത്തിലുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് കുടുംബം രംഗത്തെത്തി. നിതിൻ എടുത്ത ലോൺ ആപ്പിൽ നോമിനികളായി നൽകിയിരിക്കുന്നത് മാതാപിതാക്കളായ ലതയുടെയും രാജന്റെയും പേരുകളാണ്. ചക്കരക്കൽ CI ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നിതിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കി. നോമിനികൾ മാതാപിതാക്കളായിരിക്കെ എങ്ങനെയാണ് അധ്യാപകർക്ക് ലോൺ ആപ്പിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. ലോണിന്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ് ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണമെന്ന് സമഗ്രമായ അന്വേഷണം. അതുപോലെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെന്നും ലോൺ ആപ്പല്ല മരണകാരണമെന്നും സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. ലോൺ തനിക്ക് വേണ്ടി എടുത്തു എന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ ഈ ലോൺ ആപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ലോൺ ആപ്പിൽ തീർക്കാൻ നോക്കുന്നത് അത് ശരിയായ രീതിയല്ല. കാരണം ലോൺ ആപ്പ് വിഷയമല്ല അവൻ്റെ മരണകാരണം. ലോൺ ആപ്പിൽ തുടങ്ങി അതിൽ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങിയിട്ട് ഈ വന്നിരിക്കുന്ന 2 CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, രാത്രിയും രാവിലെയായിട്ട് വന്ന അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയായിട്ട് വന്നിരിക്കുന്ന വാർത്തകളിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ പ്രിൻസിപ്പൽ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ലോൺ ആപ്പിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന ആശങ്ക കുടുംബത്തിന് ആദ്യം മുതൽക്കുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടപ്പെട്ട പാങ് GLP സ്കൂളിൽ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. പാങ് GUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് GLP സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകും. സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ താൽക്കാലിക അധ്യാപകരെ നിയമിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ മലപ്പുറം DEO സുനിതയ്ക്ക് ഏകോപന ചുമതല നൽകിയതായും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ആരോഗ്യ വകുപ്പുമായി ചേർന്ന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. ഈ വിഷമഘട്ടത്തിൽ വിദ്യാലയത്തിനും കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ പൂർണ്ണമായി നിലകൊള്ളും. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച സമർപ്പിക്കുന്നതാണ്. വിനോദത്തിന്റെ ആനന്ദം മരണത്തിന്റെ വിലാപമായി മാറിയ പാങ് GLP സ്കൂളിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ അവർ ഒത്തുകൂടി. വിദ്യാലയ അങ്കണത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ ഗ്രാമം പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ചു. വാൾപ്പാറയുടെ താഴ്വാരങ്ങളിൽ ചിതറിപ്പോയത്. വരാന്തയിലും ക്ലാസ് റൂമുകളിലും അവരുടെ സാന്നിധ്യം ഇപ്പോഴും നിഴലിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഒത്തുകൂടിയവർക്ക് പറയാനുണ്ടായിരുന്നത് ശൂന്യമായ ക്ലാസ് മുറികളെക്കുറിച്ചും ബാക്കി വെച്ച ചിരികളെക്കുറിച്ചുമായിരുന്നു. സ്കൂളിൻ്റെ ഓരോ കാര്യവും നിരീക്ഷിച്ച് എവിടെയാണ് കുറവ്, ഞാൻ കാണാത്ത പലതും എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. എന്നാൽ അങ്ങനെ യാതൊരു ഭാവമില്ല, സ്കൂളിൻ്റെ നന്മ മാത്രം. ഓർമ്മകളിൽ പലരുടെയും വാക്കുകൾ മുറിഞ്ഞുപോയി, ചിലർ വിതുമ്പി. പ്രിയപ്പെട്ടവരുടെ വേർപാട് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കുടുംബാംഗങ്ങളെയും വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും തിരിച്ചുകൊണ്ടുവരാൻ ആവശ്യമായ പിന്തുണ ഗ്രാമം ഒറ്റക്കെട്ടായി വാഗ്ദാനം ചെയ്തു. അമൃത ന്യൂസ്, മലപ്പുറം. കായിക വാർത്തകൾ നോക്കാം. IPL പഞ്ചാബ് കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 255 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എടുത്തു. പ്രിയാൻ ഷാരിയുടെയും കൂപ്പർ കൊണോലിയുടെയും തകർപ്പൻ ബാറ്റിംഗാണ് ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഇരുവരും അർദ്ധ സെഞ്ചുറി തികച്ചു.
IPL സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. രാജസ്ഥാൻ ഉയർത്തിയ 156 റൺസ് പിന്തുടർന്ന കൊൽക്കത്ത ഒരു ഘട്ടത്തിൽ 85 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് വീണുവെങ്കിലും 7ാം വിക്കറ്റിൽ 76 റൺസ് നേടി റിങ്കു സിംഗും അനുകുൽ റോയിയും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. 19.4 ഓവറിലാണ് കൊൽക്കത്തയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് നേടി. 46 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഇടുക്കി നാരകക്കാനത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. ഒരു സ്ത്രീയും 6 മാസം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. നാരകക്കാനത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം സമീപത്തുള്ള വ്യൂ പോയിന്റിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. 200 അടിയോളം താഴ്ചയിലേക്ക് ജീപ്പ് മറിഞ്ഞു. 12 പേരോളമാണ് ജീപ്പിലുണ്ടായിരുന്നത്. നാട്ടുകാർ ചേർന്ന ആളുകളെ ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിച്ചു. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. കുട്ടിയുടെ ദേഹത്ത് പാമ്പുകടിയേറ്റ അടയാളം കണ്ടെത്തി. തുടർന്ന് വീട്ടിൽ പരിശോധന നടത്തി. കുട്ടികൾ കിടന്നിരുന്ന ഇടത്തുനിന്നും പാമ്പിനെ കണ്ടെത്തി. കോടാലി കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൾജോ ആണ് മരിച്ചത്. സഹോദരൻ 10 വയസ്സുള്ള അനോഷ് എന്ന കുട്ടിയും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. വയോധികയെ പുലി ആക്രമിച്ചു കൊന്നു. മലക്കപ്പാറ തമിഴ്നാട് ഷോളയാർ ഡാം പരിസരത്താണ് സംഭവം. അണക്കെട്ടിന് സമീപം താമസിക്കുന്ന ഇസമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഇസമ്മയെ കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. വനപാലകരുടെ പ്രാഥമിക പരിശോധനയിൽ പുലി കടിച്ചതായാണ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി. സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്രിയ ഉമ്മന്റെ നേതൃത്വത്തിലാണ് ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ റേഷൻ കടകളിൽ അടിയന്തര പരിശോധനയും ആദിവാസി കുടികളിൽ സന്ദർശനവും നടത്തിയത്. ഇവിടെ റേഷൻ വിതരണം നടത്തുന്ന ഗിരിജൻ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി, ലൈസൻസിയായുള്ള സൊസൈറ്റി കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമുയർന്നിരുന്നു. തുടർന്ന് പൊതുവിതരണ വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിന്റെ കുറവ് കണ്ടെത്തുകയും ഇടുക്കി ജില്ലാ കളക്ടർ തുടർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടത്തുന്ന ഉന്നതതല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്രിയ ഉമ്മന്റെ നേതൃത്വത്തിൽ ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കട പ്രവർത്തിച്ചു വരുന്നത് എന്ന് കമ്മീഷൻ കണ്ടെത്തി. സൊസൈറ്റി കുടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇടമലക്കുടിയിലെ ഗോത്രവിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത സാഹചര്യത്തിന് ഉത്തരവാദിയായ റേഷൻ കട ലൈസൻസി അഖിൽ ജോസിനെതിരെയും റേഷൻ വിതരണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, ജെമി ജോസ് എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢി കാത്തുസൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വിഭാവനം ചെയ്യപ്പെട്ട തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം 2ാം വർഷമാണ് തൃശൂരിൽ സംഘടിപ്പിക്കുന്നത്. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെയും സന്യാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂരമെന്നും സനാതനധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും മനസ്സിലാക്കുവാനും ഇത്തരം ഹിന്ദു മഹാസംഗമങ്ങൾ സഹായിക്കുമെന്നും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ലോകത്തിന്റെ തന്നെ
ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്ന തൃശ്ശൂർ പൂരം. അത് കാണാൻ ജാതി മത ചിന്തയില്ലാതെ അനേക ലക്ഷങ്ങൾ ഒരുമിക്കുന്ന ഈ അത്ഭുതം കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് സനാതന ധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം, അതിന്റെ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതേപോലുള്ള വേദികൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാവുക. കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സന്യാസി സംഗമവും യതിപൂജയും മാതൃപൂജയും ഗുരുവന്ദനവും പൂരവിചാരം എന്ന സംവാദവും സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സംഗമത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തൃശൂർ. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപ പ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും നടത്തി. മഹോത്സവം നാളെ സമാപിക്കും. മഹാഗണപതി ഹോമത്തോടെയാണ് പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠം 15ാമത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായത്. മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, രാഹുദോഷ നിവാരണ പൂജ എന്നിവയും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ രാഹുദോഷ നിവാരണ പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണവും ഭജനയും ഭക്തർക്കായി ഒരുക്കിയിരുന്നു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ, ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയോടെ ആദ്യ ദിവസത്തെ പരിപാടിക്ക് സമാപനമായി. രണ്ടാം ദിനവും വിശേഷാൽ പൂജകളും ചടങ്ങുകളും പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്നും എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം അയോഗ്യനാണ് എന്ന് താൻ പറയില്ല. ആരാണ് യോഗ്യനെന്നും പറയില്ല. വി.ഡി. സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ ടെലിവിഷനിൽ മാത്രമാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ല. ജയിച്ചു വന്നാൽ കോൺഗ്രസിലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇടുക്കിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് UDF ഇങ്ങനെ ഒരു വടംവലി നടത്തുന്നത് ശരിയായില്ല. കെ.സി. വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും അപ്രകാമ്യമല്ല. അല്ലെങ്കിൽ വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV-യിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോളും സ്ഥാനാർത്ഥി എന്നതും പ്രശ്നങ്ങളുള്ളപ്പോൾ എല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലൻ. എന്നാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചാ പ്രതികരണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ കാര്യം പറയാനില്ല, തമിഴ്നാട്ടിലെ കാര്യമേ പറയാനുള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞതിനെക്കുറിച്ച് അയാളോട് ചോദിക്കണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അല്ല, അത്തരം കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. ഈ ചർച്ചകളൊന്നും പങ്കെടുക്കാൻ അയാളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കണം.